എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ നേരുകയാണ് ആദ്യം തന്നെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US-ഉം ഇസ്രായേലും ചേർന്ന് അടിച്ച് തകർത്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് അത്ര പെട്ടെന്നൊന്നും മറക്കാനുള്ള സാധ്യതകൾ ഇല്ല. കാരണം അത്രമേൽ കനത്ത ആക്രമണമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇറാൻ വളരെ ബുദ്ധിപരമായിട്ട് ഇതിനു മുൻപേ, അതായത് ഈ ട്രംപ് വാർണിംഗ് ചെയ്തിരുന്നല്ലോ ഇത്ര ദിവസം എന്നുള്ളതൊക്കെ വാൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ തന്നെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയമൊക്കെ മാറ്റിയിരുന്നു എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അണുവായുധം നിർമ്മിക്കും എന്ന് ആരോപിച്ചായിരുന്നു ഈ ഇറാന് മേലിൽ ഇത്രയും കനത്ത ആക്രമണം ഇസ്രായേലും US-ഉം ചേർന്ന് അഴിച്ചുവിട്ടത്. ഇറാൻ വളരെ വലിയ തോതിൽ തന്നെ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുമായി സംബന്ധിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധനയ്ക്കൊക്കെ വരുമ്പോൾ അതിന് വിധേയമാകേണ്ട ഇറാൻ പലപ്പോഴായിട്ട് അതിന് എന്താ പറയുക, ഈ വിഷയമൊക്കെ വന്നതിന് പിന്നാലെ വിട്ടുനിന്നിരുന്നു. മാത്രമല്ല ഇവർ ഈ ഏജൻസിയോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇനിയും പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ എന്നതൊക്കെയാണ്. അപ്പോൾ അത്രമേൽ ഭീതിതമായിരുന്നു. ഇറാന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇറാന്റെ കയ്യിൽ ആണവ ബോംബൊക്കെ ഉണ്ടെങ്കിൽ ഇറാന് എപ്പോഴാണ് ഹാലിളകുന്നത്, എപ്പോഴാണ് എവിടെ കൊണ്ടെന്ന് ഇടാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ മേൽ എപ്പോൾ ഏത് നിമിഷം അത് ഇടും എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിഷയമാണ്. അതേ രീതിയിൽ തന്നെ അതേസമയം ഇറാൻ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ കയ്യിലുമുണ്ടല്ലോ ആണവ കേന്ദ്രം, അവർക്കുമുണ്ടല്ലോ, അതിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇറാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്ന കാര്യം കൂടിയാണിത്. ഇസ്രായേലിന്റെ കയ്യിലും ഇതേ രീതിയിൽ തന്നെ ആണവ ആയുധങ്ങൾ ഉണ്ടല്ലോ, അവരും ആണവ പരീക്ഷണങ്ങളൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു പുതിയ ആണവ നിലയം തന്നെ ഇസ്രായേൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണിപ്പുരയിലാണ് ഇസ്രായേൽ എന്നതൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിമോണ നഗരത്തിന് സമീപം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രം ഷിമോൻ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ഈ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നത്. ഇവിടെ ആണവ നിർമ്മാണം ഇത് സംബന്ധിച്ചിട്ടുള്ള ആണവ ആയുധങ്ങളുടെയൊക്കെ നിർമ്മാണമോ ആണവ ബോംബ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇത് ആർക്ക് വേണ്ടി വാങ്ങി വെക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് അറിയാം. ഇറാന് എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗം കിട്ടും. അവർ ചോദിക്കാതെ തന്നെ, അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ എടുക്കാതെ തന്നെ അവരുടെ മേലിലേക്ക് ഇത്തരത്തിലുള്ള ആണവ ബോംബായിക്കോട്ടെ, ആണവ ആയുധ പ്രയോഗമായിക്കോട്ടെ, ഒരു പക്ഷേ നിവർത്തി കെട്ടാൻ ഇസ്രായേൽ നടത്താനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹമാസുകളുടെ ആക്രമണം ഒരു വഴിയെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാനാണ് പലപ്പോഴും പലപ്പോഴുമല്ല, ഇറാൻ തന്നെയാണ് ഇതിന് പിന്നെ ഇവരെ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി തുടങ്ങിയ ഭീകര സംഘടനകളെയെല്ലാം ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ റൂട്ടിൽ കൊണ്ടുപോയി ആണവ ബോംബിടുകയോ അല്ലെങ്കിൽ ഒരു നശീകരണം നടത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്, ഫ്യൂറിഡാൻ അടിക്കില്ലേ കരിഞ്ഞു പോകാനായിട്ട്, അത്തരത്തിൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൂത്തികൾക്ക് ചെലവും കൊടുക്കാൻ ആരുമില്ല, ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ ആരുമില്ല, ഹമാസിന് കൊടുക്കാനും ആരുമില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ പേജർ ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാനിൽ വരെ ഈ പേജർ സ്ഫോടനം നടന്നു എന്നുള്ളത് ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചിട്ടുള്ള വിദഗ്ധർ അണ്വായുധ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മേഖലയിലെ ഏറ്റവും വലിയ ആണവ ശക്തി ആയിരുന്നിട്ട് തങ്ങളുടെ വശം അണ്വായുധങ്ങളുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. ഇസ്രായേൽ ഇതിൻ്റെ അപ്പുറം നടന്നാലും സമ്മതിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആ കൊച്ചു രാജ്യമാണ്.
99 ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷനെ പോലും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റുമുള്ള ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശേഖരിച്ചു വെക്കുന്നത് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് ഈ പറയുന്ന ആളുകളെ ഏതൊരു വിഭാഗത്തെയും ആയിക്കോട്ടെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. അവരുടെ സ്വരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം, അത് എല്ലാവരും സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഇസ്രായേലിൻ്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് പലയിടങ്ങളിലും പോയിട്ട് പല ആളുകളെയും വകവരുത്തിയിട്ടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഇത് വകവരുത്തി എന്നിരുന്നാൽ പോലും മൊസാദാണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെയും ഇസ്രായേൽ സമ്മതിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ഇതും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, ആണവ കേന്ദ്രം പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ട്, അത് ഇറാന് വേണ്ടി ഓങ്ങി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പടക്കമാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇറാന് വേണ്ടി നിർമ്മിക്കുന്ന സംഭവങ്ങളാണ് പുതിയ ആണവ കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത് ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, 90ഓളം അണ്വായുധങ്ങൾ ഇസ്രായേൽ കൈവശം വയ്ക്കുന്നതായിട്ടാണ് 2022 ബുള്ളറ്റിൻ ഓഫ് ആറ്റമിക് സയന്റിസ്റ്റിന്റെ കണക്ക് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ അംഗമല്ലാത്തത് കൊണ്ട് ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളിൽ വിദേശ നിരീക്ഷണവും പരിശോധനയും ഒന്നും സാധ്യമല്ലതാനും. അതുകൊണ്ട് ഇസ്രായേലിന് ആ ഒരു വിഷയത്തെ ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇറാന്റെ കൈവശം ഈ കാര്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നിട്ട് പോലും ഇറാൻ പടിപടിയായിട്ട് ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്കൊക്കെ വിധേയമായിരുന്നു. പക്ഷേ ഉള്ളിലുള്ള ചെകുത്താൻ്റെ പരാക്രമം കൂടിയതോടുകൂടി ഇവർ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് തോന്നിയപടി ചെയ്യും, നിങ്ങൾ ആരാടോ ചോദിക്കാൻ എന്നുള്ളതായിരുന്നു. അതായത് ഞങ്ങൾ ഇനിയും നിർമ്മിക്കും, അതാണ് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് മാത്രമാണോ എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയം മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്നത്, പശ്ചിമേഷ്യയെ നിരീക്ഷിക്കാനായിട്ട് പുതിയ ചാര ഉപഗ്രഹം തന്നെ വിക്ഷേപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഒഫെക് 19 എന്ന് പറയുന്ന ചാര ഉപഗ്രഹമാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് മധ്യ ഇസ്രായേലിലെ പൽമാഹിം വ്യോമ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ സഹായിച്ചിട്ടുള്ള 12,000 ചിത്രങ്ങൾ നൽകുന്നതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള വിവരശേഖരണം നടത്താൻ സാധിക്കുന്ന, ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടിയോ 2 പടിയോ മുന്നിൽ കടന്നുകൊണ്ട് വിവരശേഖരണം നടത്താൻ സാധിക്കുന്ന ചാര ഉപഗ്രഹമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് സമ്മതിച്ചിട്ടുള്ളത്, അതായത് ഇതിനെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് ആണ്. അദ്ദേഹം തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ട്, അത് പലർക്കുമുള്ള വാണിംഗ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ലോകത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് കമ്പനി ആണ് ഇതിൻ്റെ നിർമ്മാണ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡ്രോണ്, യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇതൊക്കെ ഇവർ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2 കാര്യങ്ങളും, പുതിയ ആണവ കേന്ദ്രത്തിൻ്റെ നിർമ്മാണവും പുതിയ ചാര ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണവും എന്ന് പറയുന്നത്, സത്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഇറാൻ തന്നെയാണ്. ഇറാനുള്ള വാള് തന്നെയാണ് ഓങ്ങി വച്ചിരിക്കുന്നത്. ഇനി ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഏത് രീതിയിൽ ഇറാനെതിരെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.